നമ്മുടെ ചാനലിലേക്ക് വലിയ സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഹെയർ തിക്നെസ് പാക്കാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി 4 മടങ്ങ് തിക്കായിട്ട് മാറ്റാൻ ഹെൽപ്പ് ചെയ്യുന്ന അത്രയ്ക്കും പവർഫുൾ ആയിട്ടുള്ള അത്രയ്ക്കും സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെയർ കെയർ ആണ് ഇത്. തീർച്ചയായിട്ടും ഈ ഒരു ഹെയർ കെയർ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യുക. കാരണം ഒറ്റ യൂസിലാണ് നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ലൈവ് ആയിട്ടുള്ള ഒരു റിസൾട്ട് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആണ്. അത് കാരണം തന്നെ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. അപ്പൊ ഇനി ഞാൻ ഒരുപാട് സംസാരിച്ച് സമയം കളയുന്നില്ല, നമ്മൾ വീഡിയോയിലോട്ട് കിടക്കാൻ അതിനേക്കാളും മുൻപായിട്ട് പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരാനും മുഴുവനായിട്ടുള്ള വീഡിയോ കാണാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരുപാട് സമയം കളയാതെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് നമ്മുടെ മുടിയിൽ ചെയ്ത് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാണിക്കുന്നുണ്ട്, വീഡിയോ മുഴുവനായിട്ടും കാണുക. അപ്പോൾ സ്റ്റെപ്പ് 1 ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിയിൽ ജട കളയുക എന്നുള്ളതാണ്. അപ്പോൾ മുടിയിൽ ജട കളയാനായിട്ട് ആദ്യം നമ്മൾ ചീപ്പി യൂസ് ചെയ്ത്, അതായത് കോമ്പ് യൂസ് ചെയ്ത് ചെയ്യുന്നതിനേക്കാളും മുൻപായിട്ട് ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയിൽ ജട കളയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മുടി പൊട്ടിപ്പോവാതെയും അതേപോലെ തന്നെ ഹെയർ ലോസ് ആവാതെയും നമ്മുടെ മുടിയെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ ഒരു രീതി നിങ്ങൾ ഇത് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു രീതി ചെയ്തു നോക്കൂ. നല്ല മാറ്റം തന്നെ ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ആദ്യമേ നമുക്ക് നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്ത് നമുക്ക് മുടിയിലെ ജട മുഴുവനായിട്ടും കളയാം. ഇനി നമുക്ക് അടുത്തതായിട്ട് നമ്മുടെ ചീപ്പി യൂസ് ചെയ്ത് നമുക്ക് മുടി ചീവി കൊടുക്കാവുന്നതാണ്. അപ്പം മുടി നമുക്ക് ജട കളയാനായിട്ട് ചീപ്പി യൂസ് ചെയ്യേണ്ടത് പല്ല് അകലെയുള്ള ഒരു ചീപ്പി വേണം നമ്മളെടുത്ത് നമ്മുടെ മുടിയിലെ ജട കളയാനായിട്ട്. അതല്ലാതെ പല്ല് അടുപ്പമുള്ള ചീപ്പി യൂസ് ചെയ്ത് നിങ്ങൾ ഒരിക്കലും മുടിയിലെ ജട കളയരുത്. അത് മുടി പൊട്ടിപ്പോവാനും മുടിയിൽ നമുക്ക് ഹെയർ ഡാമേജ് വരാനൊക്കെ കാരണത്തിന് ഇടയാവും. അത് കാരണം തന്നെ പല്ല് അകലെയുള്ള ചീപ്പി യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടിയിലെ ജട കളയുക. അപ്പോൾ മുടിയിലെ ജട കളയുമ്പോൾ നമ്മൾ ജട കളയുമ്പോൾ നമ്മുടെ മുടിയുടെ ടോപ്പ്, അതായത് മുടി വേര് മുതലല്ലേ നമ്മൾ സാധാരണ അങ്ങനെ ചീവി കൊടുക്കാറ്. മിക്ക ആൾക്കാരും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. മുടിയുടെ തുമ്പത്ത് മുതൽ നമ്മൾ, അതായത് മുടിയുടെ താഴ്വശം നമ്മൾ ആദ്യം നന്നായിട്ട് ചീവി കൊടുക്കുക. അതിനുശേഷം മുടിയുടെ മുകളിൽ നിന്ന് നമ്മൾ ചീവി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കെട്ടില്ലാതെ തന്നെ മുടിയിൽ വേഗം ജട കളയാനായിട്ട് സാധിക്കും കേട്ടോ. അതും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പം നിങ്ങൾ ഡയറക്റ്റ് ആയിട്ട് മുടി വേര് മുതൽ ചീവുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മുടിയുടെ പാതി വെച്ച് നന്നായിട്ട് ജട കൂടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് മുടി പൊട്ടിപ്പോവും, ഹെയർ ഡാമേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. അത് കാരണം തന്നെ ആദ്യമേ നമ്മുടെ മുടിയുടെ തുമ്പത്ത് നമ്മൾ ജട കളയുക. അതിനുശേഷം നമ്മൾ ചീപ്പ് യൂസ് ചെയ്ത് മുടി വേര് മുതൽ അങ്ങനെ ജട കളയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് ജട കളഞ്ഞ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പം നമ്മൾ കൈവിരലുകൾ യൂസ് ചെയ്ത് ജട കളയുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിക്ക് ജട പോയിട്ടുണ്ടാവും. അത് കാരണം തന്നെ ഒരു റിസ്ക്കും ഇല്ലാതെ വളരെ സിമ്പിളായിട്ട് നമ്മുടെ മുടിയിൽ ജട കളയാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ മുടിയിലെ ജട മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടിക്ക് ഡീപ്പ് ഓയിലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് കൊടുക്കാനായിട്ട് നിങ്ങൾ ഏത് ഓയിലാണോ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നത് ആ ഒരു ഓയിൽ തന്നെ എടുക്കാവുന്നതാണ്. ഇപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതേപോലെ ഒരു തവിയിൽ നമ്മുടെ മുടിയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് കുറച്ച് ഓയിൽ എടുക്കുക. അതിനുശേഷം ഇത് നല്ലതുപോലെ ബോയിൽ ചെയ്യണം കേട്ടോ. ഇതിപ്പോൾ സാധാ കോക്കനട്ട് ഓയിൽ ആയത് കാരണം തന്നെ, വെളിച്ചെണ്ണ ആയത് കാരണം തന്നെ നല്ല രീതിക്ക് ഞാൻ ബോയിൽ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങളിപ്പോൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഓൾറെഡി കാച്ചിയ എണ്ണയാണെന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് നല്ലതുപോലെ ബോയിൽ ചെയ്യേണ്ട ആവശ്യമില്ല. അത് ഓൾറെഡി നല്ലതുപോലെ ബോയിൽ ചെയ്ത ഓയിലായിരിക്കുമല്ലോ. അത് കാരണം തന്നെ വീണ്ടും നമ്മൾ ബോയിൽ ചെയ്യരുത്, വെറുതെ ഒന്ന് ചൂടാക്കി എടുക്കുക. ഇപ്പം ഇത് സാധാ നമ്മൾ കൊപ്ര ആട്ടിയ വെളിച്ചെണ്ണയാണ്. ഇതിൽ ഞാൻ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. അത് കാരണമാണ് ഞാൻ നല്ലതുപോലെ ഇത് ബോയിൽ ചെയ്യുന്നത്. അതായത് ഒന്ന് തിളയ്ക്കണം. അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഇത് ഒരു ഇളം ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അതിനുശേഷം മുടിയിൽ അപ്ലൈ ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഓയിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് വേണം നമ്മൾ ബോയിലിംഗ് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഡീപ്പ് ഓയിലിംഗ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഡീപ്പ് ഓയിലിംഗ് നമ്മൾ ഓൾറെഡി നമ്മുടെ മുടിയിൽ ജടയെല്ലാം കളഞ്ഞു വെച്ചത് കാരണം തന്നെ വീണ്ടും ജട കളയേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് വാച്ചിലെടുത്ത് നമ്മൾ ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഓയിൽ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഒരു കോട്ടൺ ബൗൾ എടുത്ത് നമ്മുടെ എണ്ണയിൽ ഡിപ്പ് ചെയ്ത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ്. നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് അത് പിടിക്കാനായിട്ട്, ഈ ഒരു ഓയിൽ നന്നായിട്ട് പിടിക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. കൈവിരലുകൾ യൂസ് ചെയ്യുന്നതിനെ
പകരം കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു കോട്ടൺ ബോൾ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കോട്ടൺ തുണി ഉണ്ടാവുമല്ലോ, അതിൻ്റെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ ഓയിലിൽ ഡിപ്പ് ചെയ്തിട്ട് ചെയ്താലും മതി. അത് നല്ല ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാണിക്കുന്ന രീതിക്ക് തന്നെ സ്കാൽപ്പിൽ വാച്ചിലെടുത്ത് എല്ലാ ഭാഗത്തും അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുടിയിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ മുടിയുടെ തുമ്പത്തും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കാരണം മുടിയുടെ തുമ്പത്തുണ്ടാകുന്ന സ്പ്ലിറ്റൻസ്, ഹെയർ ഡാമേജ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കാനായിട്ട് നമുക്ക് ഈ ഒരു രീതി, അതായത് നമ്മുടെ മുടിയുടെ തുമ്പത്തും അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം നല്ല രീതിക്ക് ഡീപ്പ് ഓയിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി അടുത്തതായിട്ട് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ നല്ല രീതിക്ക് ഡീപ്പ് ഓയിലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇനി നമ്മുടെ മുടിക്ക്, നമ്മുടെ സ്കാൽപ്പിനൊരു മസാജ് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ്. നമുക്ക് മസാജ് ചെയ്യുന്നതിൻ്റെ ഗുണം എന്താന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്കിൽ കൂടി ഞാൻ പറയാം. മസാജ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ മുടിക്ക് വേണ്ട ന്യൂട്രിയൻസ് കിട്ടുന്നത് നമ്മുടെ ബ്ലഡ് വഴിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ നോർമലി ഉള്ള നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ്റെ ലെവല് അത് കൂടും. നമ്മൾ ഈ ഒരു മസാജ് ചെയ്യുന്നതിലൂടെ ബ്ലഡ് സർക്കുലേഷൻ്റെ അളവ് കൂടും. അതേപോലെ തന്നെ നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നോർമൽ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ലോസ് വരും. അപ്പോൾ ബ്ലഡ് സർക്കുലേഷനിലൂടെ ആ ഒരു പ്രോബ്ലം ഇല്ലാതാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി അടുത്തതായിട്ട് ഒരു രീതിയാണ് നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ഇങ്ങനെ മസാജ് ചെയ്യുക എന്നുള്ളത്. അതെന്തിനാന്ന് വെച്ചാൽ നോർമലി ഉള്ള ബ്ലഡ് സർക്കുലേഷൻ്റെ ലെവല് 4 മടങ്ങായിട്ട് വർദ്ധിച്ച് അത് നല്ലൊരു സ്പീഡായിട്ടുള്ള ഒരു ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ സ്കാൽപ്പിന് കിട്ടാനായിട്ട് ഈ ഒരു ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു രീതി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിക്ക് തന്നെ മാറ്റം ഉണ്ടാവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ രാവിലെയും അതേപോലെ തന്നെ രാത്രി സമയങ്ങളിലും ഈ ഒരു രീതിക്ക് ഉറങ്ങണതിന് മുൻപായിട്ട് ഈ ഒരു രീതിക്ക് 4 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കുക. മസാജ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ കാണാനായിട്ട് സാധിക്കും. വിത്തിൻ 2 യൂസിൽ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. അത്രയും നല്ലൊരു മാറ്റം നമ്മുടെ മുടിയിൽ ഉണ്ടാവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഒരു ട്രിക്കാണ് ഇങ്ങനെ നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഈ ഒരു ഹെയർ സ്പായിൽ നമ്മൾ ഈ ഒരു
ഒരു രീതിയാണ് കാണിക്കുന്നത്. നല്ല രീതിക്ക് നമുക്ക് ഇൻവേഷൻ മെത്തേഡിൽ ഒരു 4 മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നമ്മുടെ ഓയിൽ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മളൊരു 20 മിനിറ്റ് നേരം നമ്മുടെ മുടിയിലും സ്കാൽപ്പിലും ഈ ഒരു ഓയിൽ അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമ്മൾ 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ മുടിക്ക് ഒരു ഓയിൽ സ്റ്റീമിങ് കൂടി കൊടുക്കാനുണ്ട്. അപ്പം നല്ല രീതിക്ക് തന്നെ ഈ ഒരു ഓയിൽ ഒന്ന് പിടിക്കട്ടെ, നമ്മുടെ മുടിയിലൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ. കാരണം നമ്മുടെ മുടി ഇപ്പോൾ ഷാമ്പു വാഷ് ചെയ്ത മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം തന്നെ ഓയിൽ സ്റ്റീമിങ് ചെയ്യാൻ പാടില്ല. കാരണം നമ്മുടെ മുടി ഒന്ന് മാനേജബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ഓയിൽ നമ്മുടെ മുടിയിൽ 20 മിനിറ്റ് നേരം അങ്ങനെ തന്നെ വെക്കണം. അതിനുശേഷം നമ്മൾ ഓയിൽ സ്റ്റീമിങ് ചെയ്യാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഓയിൽ സ്റ്റീമിങ് ചെയ്യാനായിട്ട് സ്റ്റീമർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം, ഒരു നല്ല ചൂടുവെള്ളം എടുക്കുക. അതിനുശേഷം അതിലേക്ക് നമ്മൾ ഒരു ടവൽ നമ്മൾ അതിലേക്ക് മുക്കിപ്പിഴിയുക. അതിനുശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ 20 മിനിറ്റ് നേരം ആയിട്ടുണ്ട്. ഇനി ഞാൻ മുടി അഴിച്ചിട്ടതിന് ശേഷം ഓയിൽ സ്റ്റീമിങ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഓയിൽ സ്റ്റീമിങ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടവൽ ഞാൻ മുക്കിപ്പിഴിയാണ് കേട്ടോ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ നമ്മൾ 3 തവണ നമ്മുടെ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതായത് ഈ ഒരു ഓയിൽ സ്റ്റീമിങ് നമ്മൾ 7 മിനിറ്റ് അതല്ലാന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് നമ്മുടെ മുടിയിൽ തന്നെ വെക്കണം. പക്ഷേ നമ്മൾ ഈ ഒരു ടവൽ യൂസ് ചെയ്ത് ചെയ്യുമ്പോൾ ഒരു തവണ നമ്മൾ ചെയ്ത് ഇങ്ങനെ കെട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു സ്റ്റീമിങ് നമുക്ക് കിട്ടില്ല. അത് കാരണം തന്നെ നമ്മൾ ഒരു 3-4 തവണ നമ്മൾ ചൂടുവെള്ളത്തിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ ഞാനിപ്പോൾ കാണിക്കുന്ന രീതിക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓയിൽ സ്റ്റീമിങ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്തിരിക്കുന്ന ഈ ഒരു ഹെയർ ഓയിൽ നമ്മുടെ മുടി വേരുകൾക്കുള്ളിലേക്ക് നന്നായിട്ട് പെനിട്രേറ്റ് ആവാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓയിൽ നമ്മുടെ സ്കാൽപ്പിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ആവുമ്പോൾ നമ്മുടെ മുടിവേരുകളെ അത് നന്നായിട്ട് സ്ട്രോങ് ആക്കാനും അതേപോലെ തന്നെ അൺഹെൽത്തി ആയിട്ടുള്ള മുടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഹെൽത്തി ആയിട്ട് മാറാനും നമ്മുടെ മുടിക്കൊരു സ്ട്രോങ് നൽകാനും ഒക്കെയാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓയിൽ സ്റ്റീമിങ് നമ്മുടെ മുടിക്ക് കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മന്ത്ലി വൺസ് നമ്മൾ നമ്മുടെ മുടിക്ക് ഈ ഒരു ഓയിൽ സ്റ്റീമിങ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ഡാമേജ്ഡ് ആയിട്ടുള്ള ഹെയർ, അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയർ, ഒട്ടും നമ്മുടെ ഫ്രിസി, അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ മുടി ഡാമേജ് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി അല്ലെങ്കിൽ ഈ ഒരു ഹെയർ സ്പാ നമുക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടിപ്പാണിത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഓയിൽ സ്റ്റീമിങ് നമ്മളെല്ലാവരും ചെയ്തിരിക്കണം ഈ ഒരു ഹെയർ സ്പായിൽ. അപ്പോൾ നല്ല രീതിക്ക് തന്നെ ഞാൻ ഓയിൽ സ്റ്റീമിങ് ചെയ്യുന്നുണ്ട്. ചെയ്ത് കഴിഞ്ഞ് അതായത് 3-4 തവണ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് എടുത്തതിന് ശേഷം ഞാൻ വീണ്ടും വെള്ളത്തിലേക്ക് മുക്കിയതിന് ശേഷം മുടി മുഴുവനായിട്ട് ചുറ്റി വെക്കുകയാണ് കേട്ടോ. ഒരു 7 മിനിറ്റ് നേരം ഞാൻ ഈ ഒരു തുണി, ഈ ഒരു ടവൽ നമ്മുടെ മുടിയിൽ തന്നെ ചുറ്റി വെക്കുന്നുണ്ട്. ഇനി 7 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു ടവൽ അഴിച്ചതിന് ശേഷം നമുക്കൊരു ഹെയർ മാസ്ക് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെയർ പാക്കും കൂടി നമ്മുടെ മുടിയിലേക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം 7 മിനിറ്റ് നേരം നമുക്ക് നമ്മുടെ മുടിയിൽ തന്നെ ഈ ഒരു ഓയിൽ സ്റ്റീമിങ് കൊടുക്കാം. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പഴമാണ്. അതായത് വലിയ പഴമാണ് കേട്ടോ, കുഞ്ഞുപഴമല്ല, നമ്മുടെ വലിയ നേന്ത്രപ്പഴമാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല പഴുത്ത പഴം വേണം നമുക്ക് എടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പഴം യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. കാരണം ഈ ഒരു സമയം എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ കാറ്റുകാലമായി, അത് കാരണം തന്നെ നമ്മുടെ സ്കിന്നും നമ്മുടെ മുടിയൊക്കെ നന്നായിട്ട് വരണ്ടതാകും. അതേപോലെ തന്നെ സ്പ്ലിറ്റൻസ് വരും, ഹെയർ ഫോൾ വരും, ഹെയർ ഡാമേജ് വരും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ ഇല്ലാതാക്കാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ ഈ ഒരു ബനാന. കാരണം ഇതിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഒപ്പം തന്നെ നമ്മുടെ മുടിയിൽ ഹെയർ ഡാമേജ് ഒക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഇല്ലാതാക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ്. അടുത്തതായിട്ട് ഈ ഒരു ഹെയർ പാക്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മുടെ മുട്ടയാണ്. മുട്ടയും ഈ ഒരു സമയത്ത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എഗ് വൈറ്റ് മാത്രമല്ലാതെ മഞ്ഞയും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാറ്റുകാലം ആയത് കാരണം തന്നെ നമ്മുടെ മുടി എത്ര തന്നെ നമ്മുടെ മുടിയെ സ്മൂത്താക്കി വെച്ചാലും നമ്മുടെ മുടി ഡ്രൈ ആവുന്ന ഒരു സമയമാണ്. അത് കാരണം തന്നെ എഗ്ഗിൽ അടങ്ങിയിരിക്കുന്ന ആ ഒരു മഞ്ഞ ഉണ്ടല്ലോ, ആ മഞ്ഞ നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനൊക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അത് കാരണം തന്നെ ഈ ഒരു സമയത്ത് നമ്മൾ ഏത് ഹെയർ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിലും എഗ് വൈറ്റ് മാത്രമല്ലാതെ യെല്ലോയും കൂടി നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ തൈരാണ് കേട്ടോ. അപ്പോൾ തൈരും നമ്മുടെ മുടിയെ നന്നായിട്ട് സോഫ്റ്റ് ആക്കാനും സ്മൂത്ത്
സ്മൂത്ത് ആക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനിയിപ്പോൾ തൈര് ഇല്ല എന്നുണ്ടെങ്കിൽ, തൈര് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് തേങ്ങാപ്പാൽ ഇതേപോലെ ഒരു കപ്പ് നല്ലതുപോലെ തേങ്ങ അരച്ചെടുത്ത് നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഒരു കപ്പ് തേങ്ങാപ്പാൽ വേണമെങ്കിലും ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പം ഞാനൊരു അരക്കപ്പ് നമ്മുടെ തൈരാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെ ഈ ഒരു ഹെയർ പാക്ക് നല്ലതുപോലെ മിക്സിയിൽ അരച്ചെടുക്കണം. അരച്ചെടുക്കുമ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് ഈ ഒരു ക്രീമി ടെക്സ്ചറിലായി മാറിയിട്ടുണ്ടാവും നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക്. അതിനുശേഷം ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ മുടിയിലും സ്കാൽപ്പിലൊക്കെ നല്ലതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മൾ ഓയിൽ സ്റ്റീമിങ് ചെയ്തതൊക്കെ നല്ലതുപോലെ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് പോയി നോക്കാം. അപ്പോൾ ഇപ്പം ഞാൻ മുടി അഴിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഓയിൽ സ്റ്റീമിങ് ചെയ്ത മുടി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. നല്ല രീതിക്ക് നല്ലൊരു കുഴഞ്ഞ രൂപത്തിലായി മാറിയിട്ടുണ്ടാവും കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും. നമ്മൾ ഓയിൽ സ്റ്റീമിങ് നമ്മുടെ മുടിക്ക് കൊടുത്താൽ തന്നെ നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ അത് അറിയാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ സ്കാൽപ്പിലും അതേപോലെ തന്നെ മുടിയിലൊക്കെ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു സമയത്ത് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് ഹെയർ പാക്ക് ഇത് തന്നെയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്. കാരണം ഈ ഒരു കാറ്റുകാലത്ത് നമ്മൾ പ്രത്യേകം മുടിക്ക് ഒരു കെയർ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നോർമലി ഈ ഒരു സമയത്ത് ഹെയർ ഫോൾ വരും. നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ അത് ഹെവി ആയിട്ടുള്ള ഹെയർ ഫോൾ ഉണ്ടാവാനായിട്ട് കാരണത്തിന് ഇടയാവും. അത് കാരണം തന്നെ ഇങ്ങനെയുള്ള ഹെയർ പാക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമുക്ക് സാധാരണ നമ്മൾ നോർമലി ഒരു തവണയൊക്കെ യൂസ് ചെയ്യാവൂ. പക്ഷേ ഈ ഒരു സമയത്ത് നമുക്ക് 2-3 തവണയൊക്കെ ഈ ഒരു ഹെയർ പാക്ക് യൂസ് ചെയ്യുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല. അപ്പോൾ ആദ്യത്തെ തവണ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഷാമ്പു വാഷ് ചെയ്യുക. ബാക്കിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ വീക്കിലി 2 തവണ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതായത് ഓയിലിംഗ് ഒന്നും ഇതേപോലെ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് പാക്ക് അപ്ലൈ ചെയ്ത് പ്ലെയിൻ വാട്ടറിൽ തന്നെ കഴുകിയെടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു രീതി തന്നെ ചെയ്യണം. അപ്പോൾ നല്ലതുപോലെ നമ്മൾ വകച്ചലെടുത്ത് നമ്മുടെ സ്കാൽപ്പിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുടിയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ കാണിക്കുന്ന രീതിക്ക് മുടി വേര് മുതൽ മുടിയുടെ തുമ്പ് വരയ്ക്കും നമ്മൾ ഇങ്ങനെ ഞാൻ കാണിക്കുന്ന രീതിക്ക് ഇങ്ങനെ വലിച്ചു കൊടുത്ത് മുടിയുടെ അറ്റം വരയ്ക്കും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, സ്പ്ലിറ്റൻസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട് നമ്മുടെ മുടി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് മുടിക്കൊരു തിക്നെസ് തരാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ഹെയർ പാക്കാണ്. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹെയർ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഞെട്ടിക്കുന്ന മാറ്റം ഉണ്ടാവാനായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. മുടിക്ക് തിക്നെസ് മാത്രമല്ലാതെ മുടി നല്ല രീതിക്ക് ഒഴുകി കിടക്കുന്ന മാതിരി മാറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മാജിക്കൽ ഹെയർ പാക്കാണ്. അപ്പം ഞാൻ നല്ല രീതിക്ക് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പാക്ക് നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞ് ഹെയർ വാഷ് കഴിഞ്ഞിട്ട് കാണാം. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഈ ഒരു ഗാർണിയറുടെ ഈ ബനാന ഹെയർ ഫുഡ് ഷാമ്പു യൂസ് ചെയ്തിട്ടാണ് ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഈ ഒരു ഷാമ്പു തന്നെ യൂസ് ചെയ്ത് നിങ്ങൾ ഹെയർ വാഷ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതാണ്. ഇപ്പം നിങ്ങളുടെ എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഷാമ്പു നിങ്ങൾക്ക് യൂസ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. എൻ്റെ എക്സ്ട്രീം ഡ്രൈ ഹെയർ ആണ്. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയ ഒരു ഷാമ്പു ആണിത്. അപ്പോൾ ജസ്റ്റ് ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏത് ഷാമ്പു യൂസ് ചെയ്യുന്നു എന്ന് വെച്ചാൽ അത് തന്നെ യൂസ് ചെയ്ത് നമുക്ക് ഹെയർ വാഷ് ചെയ്യാവുന്നതാണ്. ഞാൻ വീണ്ടും പറയണേ, ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഷാമ്പു യൂസ് ചെയ്ത് നമ്മുടെ പാക്കൊക്കെ കഴുകി വൃത്തിയായിട്ട് ഞാൻ വരാം. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് തന്നെ ഹെയർ വാഷ് കഴിഞ്ഞ് വന്നിട്ടുണ്ട്. മുടി ഒരു 90% വരെ ഉണങ്ങിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവും. മുടി നല്ല രീതിക്ക് ഇങ്ങനെ ഒഴുകി കിടക്കുന്നത് പോലെ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ മുടിക്ക് നല്ല തിക്നെസ് വന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഹെയർ പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടിയിൽ ഞെട്ടിക്കുന്ന മാറ്റം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഈ വീഡിയോ. അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.